ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ചിക്കൻ എടുത്തു, 500 ഗ്രാം ചിക്കൻ. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ് പുളിവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിവിടെ വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഈ വാളംപുളിയുടെ വെള്ളമൊക്കെ ചേർത്ത് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ 2 മണിക്കൂറല്ല, അതിൽ കൂടുതൽ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് ആ പുളിയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് വേവിച്ചിരുന്ന് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി തീ വെച്ച് വേവിക്കുക, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇത് നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ അടുത്ത വശം ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. കാരണം ഇതിനകത്ത് ചെറുതായിട്ട് വെള്ളം, നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്കിനി ഇത് തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ ഈ ചിക്കൻ ആകാൻ ഒരു അരമണിക്കൂറിനടുത്ത് എടുത്തു. നന്നായിട്ട് ഫ്രൈ ആയി വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ട് വെന്തും വരണം. അതുകൊണ്ട് നോക്കിയിപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. എന്നാലേ ഇത് നല്ല വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ പുളിവെള്ളമൊക്കെ ചേർത്തൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്